SSC-MTS ആണ് പുതിയ നോട്ടിഫിക്കേഷൻ 2024 ക്ഷണിച്ചിരിക്കുന്നത്. SSC-MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. 27 ജൂണിനാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 8326 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് SSC.government എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് SSC-MTS നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. SSC-MTS ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയും സാധിക്കും. ഇതിൻ്റെ പരമാവധി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC പാസ്സാണ്. SLC പാസ്സായ ആർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. 8000-ൽ പരം ഒഴിവുകളാണ് SSC ക്ഷണിച്ചിരിക്കുന്നത്. SSC-MTS നോട്ടിഫിക്കേഷൻ 27 ജൂണിനാണ് ക്ഷണിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും 27 ജൂൺ മുതൽ. ഇതിൻ്റെ എൻഡ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31 ജൂലൈ വരെയാണ്. 31 ജൂലൈ വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഡേറ്റ്സ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് കറക്ഷൻ ചാർജസ്. ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് 16 മുതൽ 17 ഓഗസ്റ്റ് വരെയാണ്. അതിനുള്ളിൽ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റും ആപ്ലിക്കേഷൻ കറക്ഷനും നടത്തിയിരിക്കണം. SSC-MTS എക്സാം ഡേറ്റ് വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും നടക്കുക എന്നാണ് SSC-MTS പറഞ്ഞിരിക്കുന്നത്. MTS 4887 വേക്കൻസീസും ഹവിൽദാറിൻ CBN 3439 വേക്കൻസികളുമാണ്. ടോട്ടൽ 8326 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത്. വേക്കൻസികൾ കൂടാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് SSC ആയതുകൊണ്ട്. ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. There will be a negative marking of 1 mark for each wrong answer. In session 2-ൽ 1 mark for each wrong answerന് 1 മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. SSC-MTS റിക്രൂട്ട്മെൻറ്റ്. വാട്ട് ആർ ദ ടൈമിങ്സ് ഓഫ് ദ എക്സാം? SSCയുടെ ടൈമിംഗ് എന്ന് പറയുന്നത്, ദ എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 2 സെഷൻസ്. ഫസ്റ്റ് സെഷനും 2 സെഷനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. The candidates will get 45 minutes complete each session. 45 മിനിറ്റിലായിരിക്കും 2 സെഷനിലും എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 45 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സാം ടൈം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് ക്ലോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. SSC-MTSൻ്റെ എക്സാം ലാംഗ്വേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിരവധി ലാംഗ്വേജസിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി, കന്നഡ തുടങ്ങി നിങ്ങൾക്ക് നിരവധി ഭാഷയിൽ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും 100 രൂപയ്ക്കും ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. SC/ST PWD കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി 20 മാർക്കിന് 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കിനായിരിക്കും. പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കിന്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന്. ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് കോംപ്രഹെൻഷൻ 25 ക്വസ്റ്റ്യൻസ് 75 മാർക്ക് എന്നിങ്ങനെയായിരിക്കും. ഇതിൻ്റെ MTSൻ്റെ സാലറി എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാറിന് 18,000 മുതൽ 22,000 രൂപ വരെയായിരിക്കും ലഭിക്കുക. വിത്ത് എ പേ ബാൻഡ് ഓഫ് 5,200 and 20,200 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒരു CBT റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ PET ഓർ PSC ടെസ്റ്റിന് വേണ്ടിയിട്ട്, ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹവിൽദാർ പോസ്റ്റിലുള്ള ആളുകളെ ക്ഷണിക്കുന്നതായിരിക്കും. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. ഫൈനൽ റൗണ്ട് മെഡിക്കൽ
എക്സാമിനേഷനും ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി കഴിയും.